ഇത് രണ്ടാമത്തെ ദിവസമാണ് മണാലി, മൂന്നാമത്തെ ദിവസമാണ്. ഇന്നലെ നമ്മൾ സിസോലും അടൽ ടണലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ട്രിപ്പിൽ ഞാൻ ചെയ്തതായിരുന്നു. പിന്നെ ഇതാണ് നമ്മൾ താമസിച്ച റിസോർട്ട് കേട്ടോ. നമ്മുടെ എന്തേന്ന് പറയാ, മല്ലു സിംഗ് റിസോർട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിഷ്വൽസൊക്കെ ഞാൻ കാട്ടിത്തരാം. ഇന്ന് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സുമ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സുമ അല്ല, ഇപ്പോഴത്തെ ഒരു സുമ ഉണ്ട്. ഇന്ന് നമ്മൾ നേരെ ജോഗിനി വാട്ടർഫോൾസിലൊക്കെ പോകണം അല്ലേ. ഈ ഒരു സുമാണ് പറഞ്ഞത്. എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് ജോഗിനി വാട്ടർഫോൾസിലുള്ള കാഴ്ചകൾ കാണാം. ഇതിപ്പോൾ നമ്മുടെ ലഗേജുകളൊക്കെ പയ്യെ അവിടെ മുകളിൽ ലോഡ് ചെയ്യാം കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നേരെ ജോഗിനി വാട്ടർഫോൾസ് പോയി കഴിഞ്ഞാൽ നേരെ റൂമിലേക്ക് ബസ്സിലേക്കായിരിക്കും പോവുക. അതിന് വേണ്ടിയിട്ട് പാക്ക് ചെയ്യണമല്ലോ എല്ലാവരും. ഫുള്ളും ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അപ്പം പലതരം കളർസ് ഫുള്ളിൽ സാധനങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടണമെങ്കിൽ दीदी एक 43 दे दो. 43 9 नो. ഓക്കെ, അപ്പോൾ നമുക്ക് 43 സൈസിൽ ഒരു ബൂട്ട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതെ നമ്മളെല്ലാവരും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പല റേറ്റിൽ നമുക്ക് ബാർഗിൻ ചെയ്ത് കഴിഞ്ഞാൽ 100 രൂപ ആയിരിക്കും പറയാം. നമുക്ക് ബാർഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പല റേറ്റിൽ സാധനങ്ങൾ കിട്ടും. അതെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഡ്രസ്സുകളൊക്കെ ഇവിടെ ബൂട്ടിട്ടാണ്. ഇപ്പോഴങ്ങനെ എല്ലാവരും ഓരോ ബൂട്ട് എടുത്തത്. ഞാനും ഓരോ ബൂട്ട് എടുത്ത് ഇതാണ് നമ്മളെ പയ്യ. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. നേരെ ജോഗിനി വാട്ടർഫോൾസിലേക്ക് എല്ലാം നേരെ സോളാങ് വാലി പോയിട്ട് നേരെ തിരിച്ചു വരുമ്പോൾ ജോഗിനി വാട്ടർഫോൾസ് ഇറങ്ങാം. നമ്മളങ്ങനെ സോളാങ് വാലി റീച്ച് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ കാണുന്നതൊക്കെ നമുക്ക് ഫുള്ളും ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന ഏരിയ കേട്ടോ. സോളാങ് വാലി എന്ന് പറയുന്നത് ഇവിടെ ഒരു ആക്ടിവിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഈ ഏരിയ ഉണ്ട്. പിന്നെ കുതിര റൈഡും പിന്നെ അതേപോലെ യാക്കിൻ്റെ റൈഡൊക്കെ ഉണ്ട്. എല്ലാവരും കൂടി ഇതിൻ്റെ മുകളിലൊരു ടെമ്പിൾ ഉണ്ട് പറഞ്ഞ് ആ ഒരു ടെമ്പിളിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും പോകണം കേട്ടോ. ശരിക്കും സോളാങ് വാലി വരുന്ന ഇതേ ഇങ്ങനത്തെ ഈ ഒരു ടെമ്പിൾ കാണാൻ വരുന്ന ഇതേ ഈ ഒരു കാണുന്ന വണ്ടി ഉണ്ടല്ലോ. ഈ ഒരു വണ്ടി എടുത്ത് വരുന്നതായിരിക്കും ലാഭം കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ 1.5 കിലോമീറ്റർ മുകളിലേക്ക് ഉണ്ട്. മുകളിൽ കാണാൻ ഒരു ബിൽഡിംഗ് കണ്ടില്ല, അതാണ് അതിൻ്റെ അപ്പുറത്താണ് ടെമ്പിൾ കാണിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ സൈഡ് ചെയ്തിരുന്നു. ഞങ്ങളെ കയറിയപ്പോൾ നല്ല സൈഡായിട്ടുണ്ട്. അതെ ടോട്ടലെത്തി ഇതാണ് ടെമ്പിൾ എന്ന് പറയുന്നത്. ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാരുണ്ട്. കയറി സൈഡായതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാൻ കേട്ടോ. എങ്കിലും കയറി മുകളിലെത്തണ്ടേ. അങ്ങനെ ഇവിടെ തന്നെ ഇരുന്നോർത്തത് ഇത് പിന്നെ വേറെ കൂടെ പോയിട്ടില്ല കേട്ടോ. അതെ ഇവരൊക്കെ മുകളിൽ അവിടെ പോയിട്ട് വന്നതാ. അതെ ഷാബിൽ അവിടുന്ന് നടന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും താഴത്തേക്ക് പോയി. നമ്മളെ വിശന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു സബ്ജി ഇത് പൊരിച്ചത് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്ത ഒരു സാധനം. അതേപോലെ ഇവിടെ റിവർ ക്രോസിംഗ് ആയിട്ടൊരു ചെറിയ ബ്രിഡ്ജ് കൊണ്ടുവരുന്നത്. നമ്മൾ വരുമ്പോൾ വെള്ളത്തെ കൂടെ കേട്ടോ. അല്ലേ പോകുമ്പോൾ ഞാൻ അതിലേ പോകണം. എന്താ വെച്ചാൽ കാലുള്ള തണുത്ത് അങ്ങനെ നമ്മളാ സാധനം വന്ന് ഇപ്പോൾ തിന്നട്ടോ. എല്ലാവരും നടക്ക് നിന്ന് കഴിയണം. ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കണത്. എങ്ങോട്ടെ സാഗട്ട് ഉരുളക്കിഴങ്ങ് കേട്ടോ. അത് ഇതിനകത്ത് ഇതുപോലെ എന്തോ ചാട്ട് മസാല എന്തോണ് ഈ ഉപ്പും കുരുമുളകൊക്കെ പടർന്നിട്ടുള്ള ഇത് കൂട്ടി തിന്നുമ്പോൾ ഓവർ ഉപ്പുണ്ട്. നമ്മൾ ഏറ്റവും ടോപ്പ് വരെ പോയി. മൂന്നര മണിക്കൂർ ട്രക്ക് ചെയ്യാറുണ്ട്. ഇവിടെ നിന്നാണെങ്കിൽ 15-20 മിനിറ്റിൻ്റെ 1 മണിക്കൂർ അല്ല 1 കിലോമീറ്റർ ഇല്ലാന്നാണ് പറഞ്ഞത് ട്രക്ക് ചെയ്യാൻ ജോഗിനി വാട്ടർഫോൾസ്. ഇവിടെ നേരെ നമുക്കൊരു വാട്ടർഫോൾസ് കാണുന്നുണ്ട്. ആ ജോഗിനി വാട്ടർഫോൾസ് അല്ല, അതിൻ്റെ ബാക്കി അവിടുന്ന് ഈ വരാനുള്ളതാണ് കേട്ടോ. എന്തായാലും 1 കിലോമീറ്റർ പോലും ഇല്ലയെന്നാണ് പറഞ്ഞത്. പോയി നോക്കട്ടെ കയറാം. നമ്മൾ വശിഷ്ഠ ടെമ്പിളിൽ നിന്ന് വരുന്ന പോലെ തന്നെ സുഖമല്ല കേട്ടോ ഈ റൂട്ട്. കുറച്ച് റിസ്ക്കാണ്. ഇതിലേക്ക് കയറിയിട്ട് അപ്പുറത്ത് മല, ഇവിടെ ഒരു മല ഉണ്ടില്ലേ, ആ മലയിലേക്ക് എത്തണം. കറങ്ങി തിരിഞ്ഞ് പോകണം. എല്ലാവരും 15 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 6 ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അനസ് മാത്രം കയറി പോയിട്ടിട്ട് ഇവിടെ എത്തിന്ന് ആൾക്കറിയാൻ പോയിക്കോളൂ. നമ്മളങ്ങനെ കുറച്ച് ദൂരം വന്നിട്ടോ. സത്യം പറയാലോ ഈ ഒരു റൂട്ട് വന്നിട്ട്
പൈതി വെച്ച് നിർത്തിയാലോ നേരെ വിചാരിച്ച്. എന്ന് വെച്ചാൽ അമ്മാരി കയറ്റാണ്. ജോഗിനി വാട്ടർഫോൾസ് ഇതേ അവിടെയാണ് വാട്ടർഫോൾസ്. ഈ റോഡ് ഇതിനൊക്കെ നടന്നു ബാക്കിയുള്ളവർ അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽസ് എവിടെയും കളയരുത് കേട്ടോ. ടൂറിസ്റ്റ് പ്ലേസ് ആണ്. നമ്മൾ പ്ലാസ്റ്റിക് ഇട്ടിട്ട് മോശമാക്കരുത്. ഇവിടെ കുറേ പേര് പ്ലാസ്റ്റിക് ഇട്ടാൽ കാണാം കണ്ടോ. മാക്സിമം പ്ലാസ്റ്റിക് ഒന്നും പുറത്തിടാതെ വെക്കുക. അപ്പോൾ നമ്മൾ ഈ കുപ്പി കാലിയായിട്ട് കുപ്പി കൈ കൊണ്ടിരിക്കുന്നതാണ്. നേരെ കാണാൻ ജോഗിനി വാട്ടർഫോൾസ് ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. നേരെ വാട്ടർഫോൾസിൻ്റെ മുന്നിലേക്ക് എത്തിയപ്പോൾ സത്യം പറയുക നല്ല ഹാപ്പിയാണ്. ഒരു ട്രാവലർ എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് ഈ ജോഗിനി വാട്ടർഫോൾസ് ഒക്കെ. എന്നുവെച്ചാൽ നമ്മളൊരു ദിവസം എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഇതില്ലേ. ഇതാണ് വാട്ടർഫോൾസ്. അങ്ങനെ കാറ്റിൽ നിന്ന് കാണാൻ പറ്റില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. 4 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും ഇപ്പോൾ നമ്മൾ. അവരൊക്കെ അവിടെ എത്തി. ഇതാണ് നമ്മുടെ ജോഗിനി വാട്ടർഫോൾസ്. ഹൈസ് എന്താ വ്യൂ അല്ലേ, പൊളിച്ച്. അല്ല താഴ്ന്ന് കാണാൻ അതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിലാണ്. അവിടെ മലയാളീസുണ്ട്, കുറേ മലയാളീസിനെ കണ്ടിട്ടോ. ഇപ്പോൾ തന്ന താഴത്ത് തേടി കുറച്ച് ഡേഞ്ചറസ് ആട്ടോ അത്. അങ്ങനെ വാട്ടർഫോൾസിൽ ക്ലിയർ ആയിട്ട് എത്തിയിട്ടോ. അതിലെ കയറി വന്ന് ഇവിടെ വന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ കാട്ടിത്തരതേ നമ്മളെ ജോഗിനി വാട്ടർഫോൾസ് നമ്മളെ 96 ഫിലിമിൽ നമ്മളെ വിജയ് സേതുപതി നിന്ന ഒരു ഏരിയ കേട്ടോ അത്. എന്തായാലും അടിപൊളിയായി. അവിടെ കുറേ ആൾക്കാർ പോകുന്നുണ്ട്. നമ്മളിതിനെ പോകാൻ നോക്കി നമുക്ക് അതിൻ്റെ സ്ലിപ്പ് ആവുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞാൽ നേരെ പാറ പോയി ആയിരിക്കും. അവർ ആ ബൈക്കൊക്കെ പോകുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ കൂടെ കയറി പോകുന്നതിനോണ്ടാണ് ആരാണ് അങ്ങനെ കഴിഞ്ഞിട്ട് ഇറങ്ങാട്ടോ. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ വൈകുന്നേരം ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് കേട്ടോ. നമ്മൾ നേരെ ഇറങ്ങാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് നിന്നിട്ടുള്ളൂ ഇവിടെ. നമുക്ക് ബസ് വൈകുന്നേരം 6 മണിക്ക് ബസ്സുണ്ട്. ഇപ്പോൾ സമയം 3 മണിയായി. 3 മണിക്കൂർ കൊണ്ട് ബാക്കിയെല്ലാം കവർ ചെയ്തിട്ട് എത്തണം. അതുകൊണ്ട് താഴത്തെത്തിക്കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എൻഡ് ചെയ്യാണ്. താഴത്തെത്താൻ കാത്തുക്കണ്ടല്ലേ, നമുക്ക് ഇപ്പം തന്നെ വീഡിയോ എൻഡ് ചെയ്യാം. എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുറേ ആൾക്കാർ നമ്മളെ വീഡിയോസ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും പക്ഷേ റീച്ചില്ല കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കുറവാണ്. ആകെ 50-100 ആൾക്കാരെ കാണുന്നുള്ളൂ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ആരും ഇല്ല കാണാൻ. അപ്പോൾ എല്ലാവരും കണ്ടിഷ്ടമായ ആൾക്കാർ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്തായാലും നമുക്ക് ഇനിയും നമ്മുടെ പുതിയ പുതിയ യാത്രകൾ ഇങ്ങനെ വരുന്നുണ്ട്. പുതിയ എപ്പിസോഡ്സ് നമുക്ക് ചെയ്യണമെന്നുണ്ട്. നമുക്ക് റീച്ചില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഓറ് കഷ്ടപ്പെടാത്തത്. അപ്പോൾ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കണം എന്നുള്ളതിനോണ്ടാണ് എത്തിക്കുന്നത്. എന്തായാലും ഞാൻ വീഡിയോ പഠിച്ച് എൻഡ് ചെയ്യാണ്. നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു കാഴ്ചകളായിട്ട് കാണാം. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണാം.